ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അഥവാ MSC എന്ന് പറയുന്ന കമ്പനി. എം എസ് സി എന്ന് നമ്മൾ ഷോർട്ട് എപ്പോഴും പറയാറുണ്ട്. അവരുടെ ഫുൾ ആണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. ഇത് ഒരു ഇറ്റാലിയൻ കമ്പനിയാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് കുറെ ക്രൂസിംഗ് ഷിപ്പുകൾ ഉണ്ട്. അപ്പൊ ക്രൂസിംഗ് ഷിപ്പുകളിൽ അവർ രണ്ട് കാറ്റഗറി ആണുള്ളത്. ഒന്ന് MSC എന്ന് പറഞ്ഞിട്ട് തന്നെയുള്ള ഷിപ്പുകൾ, MSC മ്യൂസിക്ക, അങ്ങനെ കുറെ പേരിലുള്ള ഷിപ്പുകൾ. ഈ MSCയുടെ ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ലെവൽ കൂടിയ ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ MSC എക്സ്പ്ലോറർ എന്ന് പറയും. MSC എക്സ്പ്ലോറർ 1 and 2 രണ്ട് ഷിപ്പാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇനി ഒരു ഷിപ്പും കൂടി വരുന്നുണ്ട്. അതായത് ഈ വർഷം അവസാനം ഒരു ഷിപ്പും കൂടി വരുന്നുണ്ട്. അതായത് MSC എക്സ്പ്ലോറർ 3 എന്നാണ് അതിന്റെ പേര്. കുറച്ച് ലെവല് കൂടിയ കമ്പനിയാണ്, കുറച്ച് ലെവല് കൂടിയ ഷിപ്പാണ്. എന്തായാലും അതിലേക്ക് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അവർ കണ്ടിന്യൂ ആയിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. അത് മുമ്പേ നടക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് കാലമായിട്ട് അവർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ ഒരു പുതിയ ഷിപ്പ് ഇറങ്ങും. അപ്പോഴത്തേക്കുള്ള ആളുകളെ ആണ് എടുക്കുന്നത്. ആ എടുക്കുന്നതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവൽ മുതൽ ഏറ്റവും മുകളിൽ വരെയുള്ള ഒരുപാട് പൊസിഷനുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ മാസം അതായത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒരുപാട് ഇന്റർവ്യൂ അവരുടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ നടക്കുന്ന ഇന്റർവ്യൂകളിൽ ആളുകൾ എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ഒരു ഇന്റർവ്യൂ നടന്നു. ഇന്റർവ്യൂ ഡയറക്റ്റ് ആണ് എന്ന് അവർ പറയാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത ആളുകളിൽ നിന്നും അവർ CV സെലക്ട് ചെയ്യും. ഈ CVയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു CV ഉണ്ടാക്കിയിട്ട് ചപ്പയവർ ഉണ്ടാക്കി അയച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനി നമ്മൾ എടുക്കില്ല. ഷിപ്പിലേക്കുള്ള CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ എന്നോട് ചോദിക്കും, ഷിപ്പിലേക്ക് എന്തെങ്കിലും CVക്ക് പ്രത്യേകത? ഷിപ്പിലേക്കുള്ള CVക്ക് ഒരു പ്രത്യേകതയില്ല, സാധാരണ CV തന്നെയാണ്. പക്ഷെ അതിനകത്ത് വേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കണം, അതിനകത്ത് ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം, ഇമെയിൽ ID ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ആദ്യം, അതിനു മുമ്പ് ചെയ്തത് അതിന് താഴെ അങ്ങനെ ആ ലെവലിൽ, റിവേഴ്സ് ഫോർമാറ്റ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ സംഭവം നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ്. പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് എന്ന് പാസ്പോർട്ട് നമ്പറോ ഒന്നുമല്ല, പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവണം അതിനകത്ത്. അതുപോലെ നിങ്ങൾ STCW ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കണം, STCW ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. CDCയുടെ എക്സ്പയറി ഡേറ്റും വെച്ചിരിക്കണം. അപ്പൊ ഇത്രയും കാര്യം ഉണ്ടായിരിക്കണം. ഇതല്ലാതെ അതിന്റെ താഴെ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം, നിങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ CVയിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ കൃത്യമായിട്ട് അവർക്ക് ചേരുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വിളിക്കും. വെറുതെ ഒരു CV ഉണ്ടാക്കി അയച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല നിങ്ങൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്. അപ്പൊ എന്തായാലും തുടർന്ന് കാണുക എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരുപാട് വീഡിയോസിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നില്ല, അപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കി വരുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത്, എങ്ങനെയാണ് അവരുടെ സൈറ്റിലേക്ക് പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്ക് വഴി പോയാൽ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരിക. ഓക്കെ, അപ്പം ഓപ്പൺ ആയി വരുമ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കുക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ കമ്പനിയെ പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏറ്റവും താഴേക്ക് പോകുമ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കാണിക്കും. അപ്പൊ അതിൽ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോറർ ജേർണിയുടെയാണ് നമ്മളിപ്പം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സ്പ്ലോറർ ജേർണിയുടെ ഓൺ ബോർഡ് റോൾസ്, അഷോർ അല്ല, ഓൺ ബോർഡ് റോൾസ്. ഓക്കെ, ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കപ്പലിലേക്കുള്ള ജോബാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓൺ ബോർഡ് ജോബ്സ് അപ്ലൈ ചെയ്തത്. ഓക്കെ, ക്ലിക്ക് ചെയ്തത്. അപ്പൊ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇവിടെ കാണും. കൾനറി ഉണ്ട്, ഡെസ്റ്റിനേഷൻ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് കൾനറി ക്ലിക്ക് ചെയ്തപ്പം 24 പൊസിഷൻ ആണ് അവിടെ അവൈലബിൾ ഉള്ളത്. ഓക്കെ, ഹെഡ് ക്ലീനറിന്റെ ഉണ്ട്, കിച്ചൺ സ്റ്റീവേർഡിന്റെ ഉണ്ട്. താഴേക്ക് പോകുമ്പോൾ ഓരോന്നാണ്. കിച്ചൺ സ്റ്റീവേർഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം. യൂട്ടിലിറ്റി, ഗാലി യൂട്ടിലിറ്റി ഉണ്ട്, അസിസ്റ്റന്റ് ഷെഫ് പാർട്ടി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഷെഫ് ഉണ്ട്, സൂസ് ഷെഫ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വേക്കൻസികൾ ഇങ്ങനെ 10 എണ്ണം വെച്ചിട്ടാണ്. ആദ്യം ഒരു 10 എണ്ണം ഒന്നാമത്തെ ഇതില്, പിന്നീട് ഒരു 10 എണ്ണം, പിന്നെ ഒരു 5 എണ്ണം, അങ്ങനെ 25 എണ്ണം, 24 എണ്ണം. അപ്പൊ 24 ആണുള്ളത്. അപ്പൊ കിച്ചൺ സ്റ്റീവേർഡിന് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നുള്ളത്. അപ്പൊ കിച്ചൺ സ്റ്റീവേർഡ് എന്ന് എഴുതിയിട്ടുള്ളതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആയി വരും. ഓക്കെ,
ഇവിടെ നെറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ലേശം സ്ലോ ആവുന്നത്. എന്താണല്ലോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്ലൈ നൗ എന്നുള്ളത് ചെയ്യരുത്. നിങ്ങൾ ആദ്യം ഇത് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. നമുക്ക് എന്താണ് ജോബ് അവിടെ ഉള്ളത്, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇതിനകത്ത് താഴേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ജോലി എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഗാർബേജ് സെഗ്രിഗേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൂടുതലും ഇവര് അമേരിക്കയിലാണ് ക്രൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് USPHന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ എസെൻഷ്യൽസ് എന്ന് കാണിക്കുന്നുണ്ട്. യുവർ എസെൻഷ്യൽസിനകത്ത് പാസ്പോർട്ട്, വിസ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ അവരുടെ കമ്മിറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നും പറയുന്നുണ്ട്. കമ്പനിയുടെ കമ്മിറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തം വായിച്ചു നോക്കുക. അതിനുശേഷം അപ്ലൈ നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീണ്ടും താഴേക്ക് പോവാം. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ അടുത്തത് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വീണ്ടും താഴേക്ക് പോവുക. ഓരോ പേജ് ആയിട്ടാണ് ഓപ്പൺ ആവുക. അതായത് 10 ആണ് ഓരോന്ന് വെച്ചിട്ട് ഓപ്പൺ ആവുന്നത്. 10 വെച്ചിട്ട് ആദ്യം ഒന്ന് ഓപ്പൺ ആയി, ഇപ്പൊ രണ്ടാമത്തതാണ് ഇത് 10, 20 എണ്ണമായി. അതിനുശേഷം 3 നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്നുള്ളതാവും വരും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 4 എണ്ണമാണ് ഉള്ളത്. അപ്പൊ 24 മൊത്തം പൊസിഷനാണ് culinary മാത്രം ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് പോയി മറ്റെന്തൊക്കെയാണ് അവിടെ ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത് എന്നുള്ളത് നോക്കാം. നമുക്ക് നോക്കാം അടുത്ത ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ളത്. ബാക്ക് പോവുക കംപ്ലീറ്റ്ലി. അതാ ഇവിടെ വന്നിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, ഫുഡ് ആൻഡ് ബെവറേജ് ഉണ്ട്, ഗസ്റ്റ് സർവീസ് ഉണ്ട്, ഹോട്ടൽ ഓപ്പറേഷൻ, ഹൗസ് കീപ്പിംഗ്, ഇൻവെന്ററി, റീറ്റെയിൽ, ഇതൊക്കെ ഉണ്ട്. ഹൗസ് കീപ്പിംഗിൽ നോക്കാം നമുക്കിനി. ഓക്കെ, ഹോട്ടൽ ഓപ്പറേഷൻസ് ആണ് ക്ലിക്ക് ചെയ്തത്, ഹൗസ് കീപ്പിംഗ് അല്ല. അവിടെ ഒരു 6 പൊസിഷൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, F&B ഉണ്ട്, റെസിഡൻസ് മാനേജർ, നൈറ്റ് ഓഡിറ്റർ. അപ്പൊ അങ്ങനെ ഒരു 6 പൊസിഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ജനറൽ മാനേജർ വരെയുള്ള 6 പൊസിഷൻ. ഓക്കെ, ഇനി വീണ്ടും നമുക്കൊന്ന് പുറകോട്ട് പോയി നോക്കാം. പുറകോട്ട് പോയപ്പം നമ്മൾ ഇനി ഹൗസ് കീപ്പിംഗിൽ നോക്കാം. ഹൗസ് കീപ്പിംഗ് ആൻഡ് ലോണ്ടറി. ഹൗസ് കീപ്പിംഗ്, ലോണ്ടറി എല്ലാം ഒരേ ഇതിന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അവിടെയും ഉണ്ട് ഇഷ്ടംപോലെ പൊസിഷനുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല, കാരണം വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായിട്ട് പറയുന്നതാണ്. അപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് 8 പൊസിഷനാണ് ഉള്ളത്. ഓക്കെ, പബ്ലിക് ഏരിയ അറ്റൻഡന്റ് എന്താണ് വേണ്ടത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. പബ്ലിക് ഏരിയ അറ്റൻഡന്റ് ഈസ് പ്രൈമറി. അത് ഒക്കെ വായിച്ചു നോക്കുക നിങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. കാരണം ഇത് വായിക്കാനുള്ള സമയം വെറുതെ ടൈം വേസ്റ്റ് ആക്കേണ്ടത് വെച്ചിട്ടാണ്. ഹൈസ്കൂൾ ഡിപ്ലോമയാണ് പറയുന്നത്. ഹൈസ്കൂൾ വരെ പഠിച്ചിട്ടുണ്ടാവണം, അതായത് 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവണം എന്ന് അതിന്റെ അർത്ഥമുള്ളൂ. 1 വർഷമെങ്കിലും സിമിലർ പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഹോട്ടൽ ഏരിയയിൽ, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ വളരെ നല്ലത്. പ്രിഫേർഡ് ആണ്, നിർബന്ധം പറയുന്നതല്ല, പ്രിഫേർഡ് ആണ് അത്. അപ്പോ നമുക്ക് ബാക്ക് പോയി നോക്കാം. കാരണം ഇത് ടൈം വേസ്റ്റ് ആക്കണ്ട എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എന്തായാലും ഇതൊക്കെയാണ് പൊസിഷനുകൾ ഉള്ളത്. നിങ്ങൾ റിറ്റെയിൽ ആൻഡ് കസിനോയിൽ നോക്കാം. നമുക്ക് എന്തെങ്കിലും ഷോപ്പിലേക്കുള്ള വേക്കൻസി ഉണ്ടോ നോക്കാം. ഷോപ്പിലേക്കുള്ള ആകെ 3 വേക്കൻസി ഉള്ളു. റീറ്റെയിൽ, അസിസ്റ്റന്റ് ജ്വല്ലറി ആൻഡ് വാച്ച്, ബ്രാൻഡ്. അപ്പം ഇങ്ങനെ കുറച്ച് വേക്കൻസികളെ ഉള്ളൂ ഇതിനകത്ത്. ഷോപ്പിലേക്കുള്ളതൊക്കെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അപ്പൊ സ്പായിലേക്കുണ്ട്, ഇൻവെന്ററിലേക്കുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഓൺ ബോർഡ് ഇൻവെന്ററിലേക്ക് 3 പൊസിഷനാണ്. സ്റ്റോർ കീപ്പറിന്റെ പൊസിഷൻ ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫഷൻ മാസ്റ്ററിന്റെ ഉണ്ട്, ഹോട്ടൽ കൺട്രോളറിന്റെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ 3 പൊസിഷനാണ് സ്റ്റോറിലേക്കുള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും അപ്ലൈ ചെയ്ത് എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ.